ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റുകളാണ്. ഇതിൽ ഇന്ത്യയും സൈപ്രസും തമ്മിൽ ഡിഫൻസ് കോപ്പറേഷൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 2026 മുതൽ 2031 വരെയുള്ള പർച്ചേസിംഗ് ലിസ്റ്റ്, ആകാശ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ, അതേപോലെ തന്നെ ഡിഫൻസ് മേഖലയിൽ നിരവധി എഗ്രിമെൻറ്റുകളിൽ സൈപ്രസും ഇന്ത്യയും ഒപ്പുവെച്ചിട്ടുണ്ട്. എഗ്രീഡ് ടു പ്രൊക്യൂർ മിലിറ്ററി ഹാർഡ്വെയർ ഫ്രം ഇന്ത്യ. സൈപ്രസ് നമ്മുടെ അടുത്ത് നിന്ന് മിലിറ്ററി ഹാർഡ്വെയർ പർച്ചേസ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. വളരെ സോളിഡ് ആയിട്ടുള്ള ഡിസിഷനാണ്. മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ടോൾ പിരിക്കുന്നത് അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു പീസ് ഡീലുണ്ട്, ആ ഡീലിനെ ഡീറെയിൽ ചെയ്യുന്നതിന് തുല്യമാകും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ ക്വറ്റ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ മരിച്ചവരിൽ 24 പേര് പാക് സോൾജേഴ്സ് ആണെന്നുള്ള വാർത്തയാണ് വരുന്നത്. പാകിസ്ഥാൻ ആർമി പേഴ്സണൽ അവർ ഈ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഇറാനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നെഗോസിയേഷൻ, പാകിസ്ഥാനെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നെഗോസിയേഷൻ ശരിക്കും ഇസ്രായേലിന് ഒട്ടും താല്പര്യമില്ല. നെതന്യാഹു ഇതുമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതായത് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സീസ് ഫയർ ഒക്കെ വെച്ച് സൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ പൊയ്ക്കോ, പക്ഷേ ഞങ്ങളുടെ അറ്റാക്കിംഗ് പവർ, ഞങ്ങളുടെ ഏരിയ ഓപ്പൺ ആയിരിക്കും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇറാൻ ചോദിക്കുന്നത് പോലെ ലെബനൻ്റെ ഉള്ളിലേക്കുള്ള ഒരു പീസ് ഡീൽ, അതായത് ഇസ്രായേൽ IDF ലെബനൻ്റെ ഉള്ളിൽ ഹിസ്ബുള്ളകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്മാറുന്നില്ല എന്ന് മാത്രമല്ല, ആക്രമണം ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വാക്ക് പാലിച്ചില്ല എന്നുള്ള തരത്തിലൊരു അഭിപ്രായം ഇസ്രായേലിൻ്റെ ഉള്ളിലുണ്ട്. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം പല രാജ്യങ്ങളും വേൾഡ് ബാങ്കിനെ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അപേക്ഷകൾ കൂടുതൽ എത്തിയിട്ടുണ്ടെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട്. കാരണം ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും രാജ്യങ്ങൾ ക്രൈസിസിലോട്ട് പോകുന്നത് എന്നുള്ളൊരു വാർത്തയാണ് വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അറബ് രാജ്യങ്ങൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ പൂർണ്ണമായിട്ടും അറബ് രാജ്യങ്ങൾ തന്നു തീർക്കണമെന്നുള്ളൊരു ഡിമാൻഡാണ് തെഹ്റാൻ ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉടനെ കൊടുക്കും, എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി, ഒരു ക്ലിക്കിൽ എല്ലാ പൈസയും ഇപ്പം തെഹ്റാനിലോട്ട് അങ്ങ് പോകും. നെതർലാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഡീലിങ്സും നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗോലാൻ ഹെയ്റ്റ്സിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഇല്ലീഗൽ ഒക്കുപ്പേഷൻ, അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഇല്ലീഗൽ ഒക്കുപ്പേഷൻ. ഈ രണ്ട് വിഷയങ്ങളിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് നെതർലാൻഡ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. US നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറായിട്ടുള്ള തുൾസി ഗബ്ബാർഡ് റിസൈൻ ചെയ്തതിനെ തുടർന്ന് അവരുടെ അലയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സഹപ്രവർത്തക അവരും റിസൈൻ ചെയ്തിട്ടുണ്ട്. അവർ റിസൈൻ ചെയ്തതിന് പ്രധാനമായിട്ട് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് റിസൈൻ ചെയ്തതായിട്ടാണ് ചില മാധ്യമങ്ങൾ നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനൻ്റെ ഉള്ളിൽ പുതിയ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൊമാലിലാൻഡ് പ്രത്യേകിച്ച് അവരുടെ എംബസി ജെറുസലേമിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒക്കുപ്പൈഡ് ജെറുസലേം എന്നാണ് ഇത് അറബ് അതുപോലെ ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പം അങ്ങനെ ഒക്കുപ്പൈഡ് ജെറുസലേമിൽ എംബസി ഓപ്പൺ ചെയ്തതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് സൊമാലിലാൻഡിനെതിരെ അറബ് ഇസ്ലാമിക് സഖ്യരാഷ്ട്രങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ നിരന്തരം ഇറാനുമായിട്ടുള്ള ഡീൽ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്, അമേരിക്കയുടെ നിലപാടുകളാണ്, അമേരിക്കയുടെ പ്രവൃത്തിയാണ് ഈ ഡീൽ മുന്നോട്ട് പോകാൻ തടസ്സം എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇറാൻ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇപ്പോഴും അമേരിക്കയുടെ കപ്പലുകൾ ഇറാൻ്റെ കപ്പലുകളെ തടയുന്നുണ്ട്. അത് ആദ്യം എടുത്തു മാറ്റണം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ തെഹ്റാനിൽ ചർച്ച നടത്താൻ പോയി. അപ്പോഴത്തേക്കും അവിടെ 2 ടൈപ്പ് ഓഫ് പ്രപ്പോസലാണ് ഇറാൻ കൊടുത്തയച്ചിരിക്കുന്നത്. ഈ 2 ടൈപ്പ് ഓഫ് പ്രപ്പോസലിൽ ഒരു പ്രപ്പോസൽ അമേരിക്കയ്ക്ക് അംഗീകരിക്കാം. അതാണിപ്പം ഇറാൻ്റെ ഫൈനൽ ഡിസിഷൻ. ഇറാൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ 2 പ്രപ്പോസലും. അതായത് ഇറാൻ വളരെ ക്ലവറാണ്. അവർ അമേരിക്ക കൊടുത്തു വിട്ട പ്രപ്പോസലിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായിട്ടില്ല. അതിന് പകരം അവർ 2 പ്രപ്പോസൽ കൊടുത്തയച്ചിട്ട് ഇതിൽ 2 ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇറാൻ കൊടുത്തുവിട്ട പ്രപ്പോസലിൽ അമേരിക്ക ഒപ്പുവയ്ക്കുന്ന തരത്തിൽ അവർക്ക് ആക്കി തീർക്കണം. കാരണം അവർക്ക് വിജയാഘോഷം നടത്തേണ്ടതാണ്. ഇതിൽ സമാധാന കരാർ ഉണ്ടാകുമോ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ആകുമോ എന്നുള്ളതൊന്നും ആർക്കും ഇവിടെ ഒരു കൺസേണേ അല്ല. ഇവിടെ ആരുടെ കരാറിൽ ആര് ഒപ്പുവെക്കും,
ആരുടെ പ്രപ്പോസൽ ആര് അംഗീകരിക്കും, അതിലൂടെ ആർക്കാണ് വിജയം എന്നുള്ളത് പ്രഖ്യാപിക്കാൻ പറ്റുക. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചാലഞ്ച്. അപ്പോൾ അമേരിക്ക കൊടുത്തുവിട്ട പ്രപ്പോസലിൽ സൈൻ ചെയ്ത് ഇറാൻ അമേരിക്കയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കി കൊടുക്കണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ കൊടുത്തുവിട്ട പ്രപ്പോസലുകളിൽ ഒന്നിൽ സൈൻ ചെയ്ത് അമേരിക്ക ഇറാൻ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കി കൊടുക്കണോ എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇനി അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചർച്ച നടത്തി തീരുമാനിക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്. എങ്ങനെയെങ്കിലും ഡീൽ സാധ്യമാകുമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾക്കാരും ചുറ്റിപ്പറ്റി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഡീൽ സാധ്യമായിട്ടില്ല. പല രാജ്യങ്ങളുമായിട്ടും ഇസ്രായേലിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും 50 രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനുമായിട്ട് ആയുധ കച്ചവടം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. കാസ്പിയൻ സീ ഒരു ലൈഫ് ലൈനായിട്ട് എടുത്തുകൊണ്ട് റഷ്യ ഇറാൻ ട്രേഡ് റൂട്ട് സ്ഥാപിക്കുകയാണ്. വളരെ ശക്തമായി തന്നെ ഈ ബന്ധം മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത്. അപ്പോൾ ഡീലിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ട്രംപ് അവസാനം പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഒരു അർജൻസിയും ഇല്ല, ഇറാനുമായിട്ടൊരു സമാധാന കരാർ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കണമെന്ന് എനിക്കൊരു അർജൻസിയും ഇല്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. IRGC വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇടപെടരുത്, സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക ഇടപെടരുത്, അവർ ചുങ്കം പിരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഷയത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത രീതിയിലുള്ള പ്രപ്പോസലാണ് ഇറാൻ കൊടുത്തയച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എവിടുന്ന് ഡീൽ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് മിണ്ടാതെ കപ്പലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ടൊരു ഡീലൊക്കെ സൈൻ ചെയ്ത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഇത്തരത്തിലുള്ള ഡീലിലൂടെയോ ചർച്ചയിലൂടെയോ നടക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമസി അല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ PTX നയിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിലൂടെ പെന്റഗണിലൂടെ മാത്രമേ അതിന് തീർവ് കഴിയുകയുള്ളൂ എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി 4 രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇറാനെ എങ്ങനെയെങ്കിലും ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടും നടക്കുന്നില്ല. സീനിയർ IRGC കമാൻഡർ പറഞ്ഞിരിക്കുന്നത് US സമ്പൂർണ്ണ പരാജയമാണ്, ഇറാന്റെ IRGCയുടെ കൺട്രോളിനെ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്നും എടുത്തു മാറ്റാൻ അവർക്ക് ഒരു ചെറിയ ശതമാനം പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അറബ് ലീഡേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്, ഇറാൻ വാർ കഴിഞ്ഞ ഉടനെ തന്നെ അബ്രഹാം അക്കോർഡിൽ നിങ്ങളെല്ലാം ജോയിൻ ചെയ്യണമെന്നാണ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇപ്പം അറബ് രാജ്യങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ട്രംപ് പറയുന്ന ഡയലോഗ് ഇപ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് അമേരിക്ക ഇറാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ബെഗ് ചെയ്യുകയാണ്, അതായത് അവര് കാല് പിടിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാന്റെ കാല് പിടിക്കുന്നതായിട്ടാണ് ഇറാന്റെ പാർലമെന്റ് മെമ്പേഴ്സ് ഒക്കെ പറയുന്നത്. അതേസമയം അമേരിക്കയുടെ ഫോക്സ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത് ഈ ഡസ്റ്റ്, അതായത് എൻറിച്ച്ഡ് യുറേനിയം കൈമാറാതെ ഇറാനുമായിട്ട് ഒരു ഡീൽ സാധ്യമല്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇനിയിപ്പോൾ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോസിറ്റീവ് നോട്ട് എപ്പം വരും എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.